വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്തുതിക്കാൻ ഇത് ഉചിതമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 147 അധ്യായം 1 വാക്യം. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. കർത്താവിന് പ്രസാദകരമായത് എന്താണെന്ന് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു. ദൈവത്തെ സ്തുതിക്കുക. അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഉചിതമാണെന്ന് മാത്രമല്ല, അത് സന്തോഷകരവുമാണ്. കർത്താവിനെ യഥാർത്ഥത്തിൽ എന്താണ് പ്രസാദിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമുക്ക് ഒരു നാവ് നൽകി അവനെ സ്തുതിക്കുവാൻ. സൂര്യനെ പ്രകാശിപ്പാൻ നക്ഷത്രങ്ങളെയും ഋതുക്കളെയും അടയാളങ്ങൾക്കും ഋതുക്കൾക്കും വേണ്ടി സൃഷ്ടിച്ചതുപോലെ, നല്ല ഫലം കായ്ക്കാൻ വൃക്ഷങ്ങളെയും സൃഷ്ടിച്ചതുപോലെ, നമ്മുടെ സൃഷ്ടാവിനെ സ്തുതിക്കാനാണ് നമ്മുടെ നാവും സൃഷ്ടിക്കപ്പെട്ടത്. ഒരു ചൊല്ലുണ്ട്, എല്ലാ സൃഷ്ടികളും മനുഷ്യനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്, മനുഷ്യൻ ദൈവത്തെ ആരാധിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതെ, കർത്താവിനെ ആരാധിക്കാനാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് നമ്മുടെ വായുടെയും നാവിൻ്റെയും ദിവ്യോദ്ദേശം. എന്നാൽ മനുഷ്യൻ പലപ്പോഴും തൻ്റെ നാവിനെ ദുരുപയോഗം ചെയ്യുന്നു. കുശുകുശുപ്പ്, വഴക്കുകൾ, വൃദ്ധമായ സംസാരം എന്നിവയ്ക്കായി നാവ് നൽകപ്പെട്ടതിൻ്റെ കാരണം അവർ മറക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത് എന്ന്. ഇത് എഫെസ്യർ 5 അധ്യായം 4 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉചിതം. ആളുകൾ നാവ് പൂർണ്ണമായും ചുമക്കുന്നതിനായി ചുണ്ണാമ്പ് ഉപയോഗിച്ച് വെറ്റില ചവയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല കേസുകളിലും ക്യാൻസർ പിടിപെടുന്നു. ഒടുവിൽ നാവ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വരും. കണ്ണുനീരും ഖേദവും നിറഞ്ഞ ഒരു ദുരന്തം. അതുപോലെ അപവാദം പ്രചരിപ്പിക്കാനും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാനും ഗോസിപ്പുകൾക്കും നാവ് ഉപയോഗിക്കുന്നവർ ഒരു ദിവസം ദിവ്യ ന്യായവിധിയെ നേരിടേണ്ടി വരും. അവരുടെ നാവുകളിൽ ന്യായവിധി വരുമ്പോൾ അവർ വിറയ്ക്കും. പ്രവാചകനായ യിശയ്യാവ് ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചപ്പോൾ അവൻ ദുഃഖത്തോടെ വിളിച്ചു പറഞ്ഞു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അശുദ്ധമായ അധരങ്ങളുള്ള ഒരു ജനത്തിൻ്റെ ഇടയിൽ ഞാൻ വസിക്കുന്നു. എൻ്റെ കണ്ണുകൾ രാജാവായ സർവശക്തനായ കർത്താവിനെ കണ്ടു എന്ന്. ഇത് യെശയ്യാവ് 6 അധ്യായം 5 വാക്യത്തിൽ കാണപ്പെടുന്നു. എന്നാൽ ദൈവം തൻ്റെ കരുണയാൽ യെശയ്യാവിൻ്റെ അധരങ്ങളെ സ്പർശിക്കാൻ ഒരു തീക്കനൽ അയച്ചു പറഞ്ഞു, ഇതാ, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു, നിന്റെ പാപത്തിന് പ്രായശ്ചിത്തം വന്നിരിക്കുന്നു എന്ന്. ഇത് യെശയ്യാവ് 6 അധ്യായം 7 വാക്യത്തിൽ കാണപ്പെടുന്നു. അന്നു മുതൽ ദൈവത്തെ സ്തുതിക്കുന്നതും അവൻ്റെ വചനം പ്രഖ്യാപിക്കുന്നതിനും യെശയ്യാവിൻ്റെ നാവ് വിശുദ്ധീകരിക്കപ്പെട്ടു. അതെ, സ്തുതി ഉചിതമാണ്, ആനന്ദം നൽകുന്നു. അത് ഉണ്ടാക്കിയതിന്, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ നാവ് ഉപയോഗിക്കുക. പലപ്പോഴും നമ്മുടെ മുൻപിലുള്ള എരിഹോയിലെ മതിലുകൾ പോലെയുള്ള മതിലുകൾ നാം കണ്ടുമുട്ടുന്നു. ചുറ്റും തടസ്സങ്ങളും അടച്ചിട്ട വാതിലുകളും നമ്മെ ചുറ്റിപ്പറ്റിയാണ്. ആ നിമിഷങ്ങളിൽ പിറുപിറുക്കുകയോ നിരുത്സാഹത്തിന് വഴങ്ങുകയോ ചെയ്യരുത്. പകരം സ്തുതിയിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തുക, വിശ്വാസത്തിൻ്റെ കാഹളമൂതുക. എരിഹോയുടെ മതിലുകൾ ഇടിഞ്ഞു വീണതുപോലെ നിങ്ങളുടെ തടസ്സങ്ങളും വീഴും. ഇത് യോശുവ 6 അധ്യായം 20 വാക്യത്തിൽ ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലെ, സ്തുതി കർത്താവിന് പ്രസാദകരമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 34 അധ്യായം 1 വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം. ആമേൻ.